രാഹുലെ, കേരളത്തിൽ വളരെയധികം പ്രക്ഷോഭമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം. ഇന്നിപ്പോൾ കോടതി അതിൻ്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കോടതി ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ മുന്നിൽ നിന്നവരോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അവരൊക്കെ വിശ്വാസികളാണോ? അപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു, അവരൊക്കെ ഹിന്ദുക്കളാണ്. എനിക്കൊരു സംശയമുണ്ട്, ഞാനൊരു ഹിന്ദുവാണ്, രാഹുലും ഒരു ഹിന്ദുവാണ്, രാഹുലിൻ്റെ നെറ്റിയിലൊരു കുറിയുണ്ട്, എൻ്റെ നെറ്റിയിൽ അതില്ല എന്ന് വെച്ചിട്ട് ഹിന്ദുക്കളെല്ലാം വിശ്വാസികളാണോ? ഇതിനകത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുകയാണ്. അപ്പോൾ ഇതിനു മുന്നേയും കോടതി ഇതേപോലെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. എന്തിനാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് എന്ന് ചോദിച്ച് കോടതി വിലയിരുത്തിയിരുന്നു. അപ്പോൾ ഇന്ന് നടക്കുന്ന വിഷയമെന്ന് പറയുന്നത്, ഈ പ്രതിഭാഗത്തിൻ്റെ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബിന്ദു അമ്മിണി അവരുടെ കേസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടതി ചോദിച്ചത് ഇവർ വിശ്വാസികളാണ്. അതായത് ഇവർ പറയുന്നത്, ഇവർ ശബരിമലയിൽ കയറാൻ നേരത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി, അതായത് ശബരിമലയിൽ കയറിയതിന് ശേഷം ഒരുപാട് ആക്രമണം ഉണ്ടായി എന്നാണ് കോടതി ധരിപ്പിച്ചത്. അപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യം, ഇവർ വിശ്വാസികളാണോ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ കോടതി ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത് അവർ ഹിന്ദുക്കളാണ്. ഇപ്പോൾ ബിന്ദു അമ്മിണിയും കനകദുർഗയും ഹിന്ദുക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ശബരിമലയിൽ പ്രവേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്, ഇവർ വിശ്വാസികളാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളല്ലാത്ത ആളുകൾ എന്തിനാണ് ശബരിമലയിൽ പോയത് എന്നുള്ള ചോദ്യം കോടതി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് ഇപ്പുറത്തുനിന്നുള്ള വിശ്വാസികൾ കൊടുത്തുള്ള പരാതിയുടെ അഭിമുഖത്തിലാണ്. ഇനി എന്തായാലും സർക്കാരിനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് സർക്കാർ ഇവരുടെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെ വാദം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ എന്താണ് പറയുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും യുവതീ പ്രവേശനം വാലിഡായിട്ടാണ് കിടക്കുന്നത്. അതാണെങ്കിൽ ഏത് യുവതികൾക്ക് വേണമെങ്കിലും ശബരിമല പ്രവേശിക്കാം എന്നുള്ള വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ലോ, ഇപ്പോൾ രഹന ഫാത്തിമയുണ്ട്. എൻ്റെ പോയിന്റ് അതാണ്, എനിക്ക് ചോദിക്കാനുള്ള പോയിന്റ് അതാണ്. ഈ രഹന ഫാത്തിമ ഏത് വകയിലാണ് ഹിന്ദു ആകുന്നത്, അല്ലെങ്കിൽ ഏത് വകയിലാണ് ഈ പറയുന്ന വിശ്വാസിയാകുന്നത്? ഷോൾഡർ ബാഗിൽ എന്താ പറയുക, പാഡും അതുപോലെ തന്നെ വെള്ളവും കാലിൽ ചെരുപ്പും ഇട്ടുകൊണ്ട് ശബരിമലയ്ക്കൊരു ആചാര വിശ്വാസമുണ്ട്. നഗ്നപാതരായി മല കയറണമെന്നാണ്. ഭൂമിയെ അറിഞ്ഞ് മണ്ണിനെ തൊട്ട് സകല പാവങ്ങളെയും മണ്ണിലൊഴുക്കിക്കളഞ്ഞ് പമ്പയിൽ കുളിച്ച് ശുദ്ധി വരുത്തി ശബരിമല സന്നിധാനത്തിലെത്തി അത് നീയാകുന്നു എന്നുള്ള തത്വത്തിൽ അനുഷ്ഠിതമായി അവിടെ അയ്യനെ കണ്ട് തൊഴണമെന്ന് പറയുന്ന ശബരിമലയിലേക്ക് പാടും കുപ്പിവെള്ളവും ചെരുപ്പുമായി കയറിയ രഹന ഫാത്തിമ ഏത് വകയിലാണ് ഹിന്ദു ആകുന്നത്, അല്ലെങ്കിൽ ഏത് വകയിലാണ് വിശ്വാസിയാകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ രഹന ഫാത്തിമയുടെ കാര്യമാണെങ്കിലും ബിന്ദു അമ്മിണി ആണെങ്കിലും കനകദുർഗയാണെങ്കിലും ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ശബരിമലയിലേക്ക് കയറിയത്. ആ ഒരു വിഷയം കൊണ്ടുവരണം അല്ലെങ്കിൽ പക്ഷെ അതിന് ശേഷം ഉണ്ടായത് മറ്റൊരു കാര്യമാണ്. ശബരിമലയിൽ സുരക്ഷകൾ കൂട്ടി. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും സർക്കാർ രണ്ടാമത് പിന്നീട് സർക്കാർ അവരുടെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും തിരുത്തേണ്ടി വന്നു. സർക്കാർ ടേൺ അടിക്കേണ്ടി വന്നു. സർക്കാരാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്തത്. പോലീസിൻ്റെ ആണെങ്കിലും പോലീസിൻ്റെ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസുകാർ അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ശബരിമലയിൽ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെല്ലാം ശേഷം ടേൺ എടുക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് മറ്റൊരു ആക്ഷേപം നിലനിൽക്കുന്നത്, ഈ കേസ് കൊടുത്തത്, അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് BJP അനുഭാവികളാണ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അന്ന് BJP എടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാണ്. ഇതൊരു സുവർണാവസരമാണ്. ഈ സുവർണാവസരം നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന BJP നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ്. അതായത് ശബരിമല എന്ന് പറയുന്ന ഒരു വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി കൂട്ടുനിന്നതിൽ BJPയും CPMും ഒരേപോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയങ്ങളുണ്ട് രാഹുൽ. കാരണം BJP, ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ തന്നെ BJPക്ക് പിന്നിൽ ശക്തമായ കൈയുണ്ട്. പക്ഷെ അവർ ഇറക്കി വിട്ട കുറേ BJP വിശ്വാസികളായ യുവാക്കളുണ്ടായിരുന്നു. ഇന്നൊന്ന് വിദേശത്തേക്ക് പോകാൻ പറ്റാതെ, ഒരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റാതെ, ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റാതെ ശബരിമല വിഷയത്തിൽ പ്രതികരണവുമായി റോഡിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ ഇന്നും കേസും പുകാറുമായി നടക്കുന്ന ഒരു പറ്റം യുവാക്കൾ, എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ഒരു പറ്റത്തിന് ഇന്നും പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ആ കേസുകൾ ഇന്നും തീർന്നിട്ടില്ല, കോടതി വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പറ്റം യുവാക്കളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ശബരിമല സ്ത്രീ പ്രവേശനം മാത്രമായി അവസാനിക്കുന്നില്ലല്ലോ. ഒരു പറ്റം യുവാക്കളുടെ ഭാവിയെ നശിപ്പിച്ച, ഇവിടെ കേരളത്തിൽ കലാപസമാനമായ ഒരു സാഹചര്യം അഴിച്ചുവിട്ട,
പൊതുജനത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച നാണം കെട്ട ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ശബരിമല സ്ത്രീ പ്രവേശനത്തെ. അതിൽ സർക്കാരിന് കൃത്യമായിട്ടൊരു നടപടി എടുക്കാൻ കഴിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് സർക്കാർ യൂ-ടേൺ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്ത് തന്നെയാണെങ്കിലും വോട്ട് ബാങ്കാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇതെല്ലാം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനുശേഷമാണ് കട്ടളപ്പാളി വരെ എടുത്തുകൊണ്ട് പോകുന്നൊരു വിഷയമുണ്ടായത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ ബിന്ദു അമ്മിണി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാട് വിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ബിന്ദു അമ്മിണിക്കാണെങ്കിൽ പോലും നാട് വിടേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് പറയുന്നത്. ശബരിമല വിഷയത്തിന് ശേഷം ഇവരെല്ലാം നാട് വിട്ട് കേരളത്തിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങൾ വന്നു എന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് സോഷ്യൽ മീഡിയ അറ്റാക്കുകളാണെങ്കിലും സൈബർ ബുള്ളിങ്ങുകളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഭീഷണികളൊക്കെ ആണെങ്കിലും വന്നു തുടങ്ങിയെന്നാണ് ഇവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോടതി ഇതെല്ലാം കേട്ടതിന് ശേഷം കൃത്യമായിട്ടൊരു വിധി കൊണ്ടുവരുമെന്ന് തന്നെയാണ്. എന്നാൽ ഇനിയും വർഷങ്ങൾ നീളാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ അടുത്ത സർക്കാരിനെ ആയിരിക്കും കോടതി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഈ ഒരു വിഷയം നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശബരിമല യുവതികൾ പ്രവേശിക്കുന്നു, സർക്കാർ അതിന് വേണ്ട പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. പിന്നീട് ശബരിമലയിൽ സെക്യൂരിറ്റി കൊടുത്ത ഒരു സാഹചര്യമുണ്ടായി. അന്നാണ് CPM-ന് മനസ്സിലായത് ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും. വലിയ രീതിയിലുള്ള അന്ന് ഞാൻ കണ്ടതാണ്. അപ്പോൾ പോലീസ് അടിച്ചു കൊടുക്കുന്നത് അന്ന് പോലീസിന്റെ സമീപനം വളരെ ക്രൂരമായ സമീപനമായിരുന്നു. വളരെ മോശമായിട്ടുള്ള സമീപനമാണ് പോലീസ് വിശ്വാസ സമൂഹത്തോട് എടുത്തത്. ഇപ്പോൾ നിലയ്ക്കിലൊക്കെ ആണെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം. അവിടേക്ക് രാഷ്ട്രീയം കടത്തരുത്, വിശ്വാസികളെ മാത്രം. അവർ വന്നിട്ടുള്ള ബൈക്കുകളൊക്കെ തച്ചുടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അടിച്ചോടിച്ചു വിടുന്നൊരു സാഹചര്യമാണ്. അവരെല്ലാം വിശ്വാസികളാണ്, അവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ കൂടുതൽ വൈകാരികമാകുകയുള്ളൂ. അന്ന് അതാണ് സംഭവിച്ചത്. ഇപ്പോൾ 3000 പേര് 4000 പേര് വരുന്ന വലിയ ഭക്തജന കൂട്ടങ്ങൾ നാമജപ ഘോഷയാത്രകൾ നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണ് വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്. അവർ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ച് വരുന്നൊരു സംഭവത്തെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇന്ന് പല വിശ്വാസികളുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ മാറിയിട്ടുണ്ടാകാം. പക്ഷേ വീണ്ടും ശബരിമലയെ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് പിണറായി വിജയൻ സർക്കാരിന് അറിയാവുന്നത് കൊണ്ടാണ് പിന്നീട് ആ ഒരു രീതിയിലേക്ക് മുതിരാഞ്ഞത്. സർക്കാരിന് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ആ അജണ്ടയാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ കാരണമായത്. എന്താണെങ്കിലും കോടതി ചോദിച്ചിട്ടുള്ള പോലെ വിശ്വാസികളാണോ ഇവരെല്ലാം? ശബരിമലയെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കണ്ട എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ എന്നൊരു ചോദ്യമുണ്ട്. ശബരിമലയിൽ ഇപ്പോൾ പോകുന്ന അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു ചോദ്യമാണ്. ഇപ്പം സ്ത്രീകൾ വിശ്വാസികളാണോ എന്ന് ചോദിക്കുമ്പോൾ പോകുന്ന പുരുഷന്മാരെല്ലാം വിശ്വാസികളാണോ എന്ന് ചോദിക്കുന്ന ഒരാൾക്കൂട്ടവുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവിടെ നിൽക്കുന്ന ഒരു ആചാരമാണ് ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ. അപ്പോൾ ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നൊരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇതൊന്നുമില്ല. ഇപ്പോൾ ഋതുമതിയായിട്ടുള്ള സ്ത്രീയെ അയ്യപ്പൻ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു പറ്റം ആളുകൾ അവിടെ വരുമ്പോഴാണ് ഇത്രയും വർഷം വിശ്വാസത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനം ഇനി ഇപ്പോൾ അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ആളുകളെല്ലാം കൂടുതലായിട്ട് പോകുന്നതും ഒരു വിശ്വാസ സമൂഹം ഉണ്ടാകുന്നതും. ആ വിശ്വാസത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലെ ആളുകൾക്ക് വിശ്വാസം വളരെ കുറവാണ്. പക്ഷെ അവിടേക്ക് വരുന്ന തമിഴ് ആണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡിയരാണെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ അത്രയും പോലും കേരളത്തിലെ വിശ്വാസം വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനി ഇതിനകത്ത് കൃത്യമായിട്ടൊരു തീരുമാനം ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരിന് കൂടെ കൃത്യമായിട്ട് അതിനകത്ത് എടുക്കാനുണ്ടാകും.